Hello, welcome to my Blender tutorial. Blender ഒരു ഫ്രീ ടു യൂസ് 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ബ്ലെൻഡറിൻ്റെ 2.8 വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് മോൺസ്റ്റർ മാഷ് എന്നൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡറിലേക്ക് എങ്ങനെ ഒരു മോഡലിനെ ഇമ്പോർട്ട് ചെയ്യുകയും ആനിമേറ്റ് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം അതിനെ എങ്ങനെ ആ സീനിൽ ഉൾക്കൊള്ളിക്കാമെന്നും നോക്കാം. മോൺസ്റ്റർ മാഷ് വളരെ ഈസിയായി ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ടെക്നോളജി വളർന്നു വരുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ആനിമേഷനിൽ താല്പര്യമുള്ള ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റാണ് മോൺസ്റ്റർ മാഷ്. അതുപോലെ തന്നെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത മിക്സാമോ എന്ന വെബ്സൈറ്റും ഒരു ലിമിറ്റഡ് രീതിയിൽ ആനിമേഷനായി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾക്ക് മോൺസ്റ്റർ മാഷ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ monstermesh.zone എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ അത്രയധികം സങ്കീർണമായ ഓപ്ഷനുകളൊന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനുകളേ ഉള്ളൂ. ഇതിൽ ഈ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ഒരു മോഡൽ വരയ്ക്കുകയാണ്, ഒരു ചിത്രം വരയ്ക്കുന്നു. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്. ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൈയെടുക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയി അത് നമ്മൾ വരച്ചുകൊണ്ടിരിക്കണം. എന്നാൽ അതൊരു ഒബ്ജക്റ്റായി ഒറ്റ മെഷായി നമ്മൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് വേണമെങ്കിൽ നമ്മൾക്ക് ഇതൊരു മനുഷ്യ മോഡലാണ്, ഹ്യൂമൻ മോഡലാണ്. ഏകദേശം പെർഫെക്റ്റ് അല്ല എങ്കിലും ഇതിൽ കൈകൾ, കാലുകൾ ഇതെല്ലാം നമ്മൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വരയ്ക്കുക ചെയ്യാം. തൽക്കാലം ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഇത്രമാത്രം കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇൻഫ്ലേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു രൂപം, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ആനിമേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആനിമേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു പോയിൻ്റ് കൊടുക്കുക. 1, 2, ഞാനൊരു 4 പോയിൻ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം റെക്കോർഡ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്ത് ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി എക്സ്പോർട്ട് ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ആനിമേഷൻ ആസ് GLTF എന്നുള്ള .glb ഫയൽ, ഈ ലാസ്റ്റ് ഓപ്ഷൻ ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഈ ഫോർമാറ്റാണ് ബ്ലെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിതിനെ ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകുന്നു. തൽക്കാലം ഞാനിതിനെ കൊണ്ടുപോകുന്നില്ല, ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾക്കൊരു ഇമേജിനെ ഇവിടെ കൊണ്ടുവരികയും അതിനെ എങ്ങനെ ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകാം എന്ന് നോക്കാം. മെത്തേഡെല്ലാം ഒരുപോലെ തന്നെ. ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകുന്ന മെത്തേഡെല്ലാം ഒരുപോലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇമ്പോർട്ട് ടെംപ്ലേറ്റ് ഇമേജ്. ഒരു സീബ്രയുടെ ഇമേജാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. ആദ്യം നമ്മൾക്ക് മെയിൻ ബോഡി വരയ്ക്കാം. മെയിൻ ബോഡിയുടെ അരികിലൂടെ വളരെ സൂക്ഷ്മമായി വരയ്ക്കുന്നു. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ലെഫ്റ്റ് ബട്ടണിൽ നിന്നും കൈയെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി കാലുകൾ വരച്ചു ചേർക്കാം. ഒരു കാല് നമ്മൾക്ക് വരച്ചാൽ മാത്രം മതി. അതിനുശേഷം ആ കാലിൽ ഡബിൾ ക്ലിക്ക് പ്രസ് ചെയ്താൽ അത് 2 കാലായി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാലും ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ രൂപപ്പെടുന്നതായിരിക്കും. ഡബിൾ ക്ലിക്ക് പ്രസ് ചെയ്യണം. ഇൻഫ്ലേറ്റ്. വളരെ ലളിതമായി നമ്മളിവിടെ ഒരു സീബ്രയെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സീബ്രയെ വേണമെങ്കിൽ നമ്മൾക്ക് ആനിമേറ്റ് ചെയ്യാം. ആനിമേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകും. ഇനി എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആനിമേഷൻ ബട്ടണിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് .glb ഫയൽ ഈ ഫോർമാറ്റ് കിട്ടുന്നതല്ല. എക്സ്പോർട്ട് ആനിമേഷൻസ് GLTF ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നതല്ല. ഇത് ആക്റ്റീവ് ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ .obj ഫയലായി ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് ടെക്സ്ചർ ഒരു പക്ഷേ നമുക്ക് ബ്ലെൻഡറിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് UV അൺറാപ്പ് ചെയ്യുകയും മറ്റും ചെയ്യേണ്ടതായി വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ആനിമേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0 ഫ്രെയിംസ് ആണ്. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെ yum പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുന്നു. ഫയൽ മെനുവിൽ പോകുന്നു. ഇമ്പോർട്ട് GLTF. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ yum പ്രൊജക്റ്റ് എന്ന പേരിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. അത് ഡൗൺലോഡ് അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മോഡൽ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഷെയ്ഡിംഗ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾക്ക് അതിൻ്റെ ടെക്സ്ചറുകളെല്ലാം കാണാം.
ഇനി ഇവിടെ വേണമെങ്കിൽ നമ്മൾക്ക് ഈ മോഡൽ ഒന്നുകൂടി ഭംഗിപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ഏതൊരു മോഡലും നമ്മൾക്ക് ഒരു 2D ഇമേജും നമ്മൾക്ക് മോൺസ്റ്റർ മെഷ് എന്ന വെബ്സൈറ്റിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ബ്ലെൻഡറിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നമുക്ക് ആനിമേറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. Ctrl L പ്രസ് ചെയ്തുകൊണ്ട് ഓരോ സെപ്പറേറ്റ് ഭാഗങ്ങളും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. Ctrl L കാല് നമ്മൾ ചെറുതായി ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട്. സീബ്രയുടെ ഓക്കെ. ഇനി ക്യാമറ 0 പ്രസ് ചെയ്തുകൊണ്ട് ക്യാമറ മോഡിൽ പോവുക. N പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡ് വിൻഡോ തുറക്കുക. വ്യൂ പ്രസ് ചെയ്യുക. ലോക്ക് ക്യാമറ ടു വ്യൂ പ്രസ് ചെയ്യുക. സ്ക്രോൾ ചെയ്യുക. സീബ്രയെ ഒരു പൊസിഷനിൽ ക്യാമറയ്ക്ക് മുന്നിൽ അനുയോജ്യമായ ഒരു പൊസിഷനിൽ നിർത്തുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിനായി നമ്മൾ ഷെയ്ഡിംഗ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. വേൾഡ് പ്രസ് ചെയ്യുന്നു. ഷിഫ്റ്റ് എ environment texture അതിനുശേഷം ഒരു HDRI ഇമേജ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു ബാക്ക്ഗ്രൗണ്ടിലേക്കായിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നാച്ചുറലായിട്ടും നമ്മുടെ മോഡലിന് കൊടുക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു നമുക്കിഷ്ടപ്പെട്ട ഒരു HDRI ഇമേജ് HDRI ഹേവൻ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നമുക്കത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഡെൽറ്റ 21K എന്ന് പറഞ്ഞ ഒരു ഇമേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 0 പ്രസ് ചെയ്യുക. N പ്രസ് ചെയ്യുക. വ്യൂ ലോക്ക് ക്യാമറ ടു വ്യൂ 0 പ്രസ് ചെയ്യുക. വീണ്ടും നമ്മുടെ സീബ്ര നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇനി റെൻഡർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് ആനിമേറ്റ് ചെയ്യാം. ഇമേജ് നമുക്ക് റെൻഡർ ചെയ്യാം. പിന്നീട് വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റെൻഡർ ആനിമേഷൻ കൊടുക്കാം. അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരിക്കുന്നില്ല. ഇന്നേക്ക് ഇത്ര മാത്രം. Thanks for watching my video. See you next time. Bye.